ബെന്നി പ്രസാദ് ബാംഗ്ലൂർ ബേസ്ഡ് ഒരു ഗോസ്പൽ സിംഗറാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഗിറ്റാറും കൊണ്ട് ലോകത്തുള്ള 245 കൺട്രീസ് അദ്ദേഹം വിസിറ്റ് ചെയ്തു. മ്യൂസിക് പ്രോഗ്രാം നടത്തി. അദ്ദേഹത്തിൻ്റെ പേരുള്ള വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് 6 വർഷം 6 മാസം 22 ദിവസം കൊണ്ട് ലോകത്തുള്ള എല്ലാ കൺട്രീസും അദ്ദേഹം സന്ദർശിച്ചു. അവിടെ സംഗീത പരിപാടി നടത്തി. ലാസ്റ്റ് കൺട്രി പാകിസ്ഥാനായിരുന്നു. പാകിസ്ഥാൻ സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ വേൾഡ് റെക്കോർഡാണല്ലോ. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ പല ചാനലും വന്നു. അതിൽ CNN എന്ന ചാനലുണ്ടായിരുന്നു. അപ്പോൾ CNN ചാനലിൽ ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ ഇദ്ദേഹം എപ്പോഴും പോകുമ്പോൾ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ തലയിലൊരു തൊപ്പി വെക്കും. ആ തൊപ്പിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് താങ്ക് യു ജീസസ്. അപ്പോൾ CNN പറഞ്ഞു, സർ അതൊരു റിലീജിയസ് സ്റ്റേറ്റ്മെൻറ്റാണ്, ഞങ്ങളുടെ ഒരു സെക്കുലർ ചാനലാണ്, തൊപ്പി ഊരി മാറ്റണം. അങ്ങനെ ബെന്നിക്ക് തൊപ്പി ഊരി മാറ്റിയിട്ട് ഇൻ്റർവ്യൂ കൊടുക്കേണ്ടി വന്നു. പക്ഷേ ബെന്നിക്ക് ഭയങ്കര സങ്കടമായി. കാരണം പോകുന്നിടത്തേക്ക് ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ക്രിസ്തുവിനെ വിറ്റ്നസ് ചെയ്യാൻ പറ്റിയില്ലെന്ന് സങ്കടം വന്നു. അപ്പോൾ ബെന്നി പറയുകയാണ്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ഒരു ക്രിയേറ്റീവ് ഐഡിയ ഇതാ എനിക്ക് നിന്നെക്കുറിച്ച് പറയാൻ. അപ്പോഴാണ് ബെന്നിക്ക് തോന്നിയത്, ബെന്നി ഈ തൊപ്പിയിൽ താങ്ക് യു ജീസസിൻ്റെ കൂടി ഇങ്ങനെ എഴുതി ഫോർ ഐ എം എൻ ഇന്ത്യൻ, താങ്ക് യു ജീസസ് ഫോർ ഐ എം എൻ ഇന്ത്യൻ. എന്നിട്ട് ഈ തൊപ്പി വെച്ചിട്ടാണ് പിന്നെ ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തത്. പിന്നെ ഈ തൊപ്പി ഊരി മാറ്റണമെന്ന് ആർക്കും ഇയാളോട് പറയാൻ പറ്റില്ല. കാരണം അതൊരു റിലീജിയസ് സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതൊരു പേട്രിയോട്ടിക് സ്റ്റേറ്റ്മെൻറ്റാണ്. ഐ എം എൻ ഇന്ത്യൻ. ഇത് ഗോസ്പൽ പറയുന്നു, എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുവരും. നിങ്ങൾക്കിത് സാക്ഷി നൽകുന്ന അവസരമായിരിക്കും. എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. ഈശോനെക്കുറിച്ച് സംസാരിക്കാൻ ഈശോ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള വഴികൾ തരുമെന്നേ. പറയാനുള്ള ധൈര്യം നമുക്കുണ്ടായാൽ മതി.